ഈ മുമ്പ് നൂറയ്ക്ക് ഇതുപോലെ ഒരു കാമുകൻ ഉണ്ടായിരുന്നു എന്നൊരു ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഒരു നെക്സ്റ്റ് ഒരു 10 years എന്ന് പറഞ്ഞാൽ ഈ സംഗതികൾ ചർച്ച കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു കാലം. പക്ഷെ ഇത് പറയാനുള്ള സാഹചര്യം വന്നാൽ അവരത് ഓപ്പണായിട്ട് ചെയ്യും, അത്ര വ്യത്യാസമുള്ളൂ. ഹോർമോൺ ചേഞ്ച് മാത്രമല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ലക്ഷ്മി ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ വന്നിട്ട് എന്റെ വീട്ടിലേക്ക് നിങ്ങൾ കയറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കരമായിട്ട് ചർച്ചയായ ഒരു കാര്യമായിരുന്നു. അതിനുശേഷം ഈ ഫാമിലി വീക്കില് ലക്ഷ്മിയുടെ അമ്മ വരുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണം, കയറ്റില്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ നിങ്ങൾ സിറ്റ് ഔട്ടിൽ ഇരുന്നോ, ബാക്കി എല്ലാവരും വീടിനുള്ളിൽ കയറിക്കും എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം എന്താണെന്ന് മനസ്സിലാകാത്തൊരു സമൂഹത്തിൽ അത് കൂടുതൽ ആളുകൾ അത് മനസ്സിലാക്കി വരുന്ന ഒരു കാലമാണ്. അത് മനസ്സിലാക്കുന്ന മുറയ്ക്ക് ഉണ്ടാകുന്ന എന്താണ് കൂടുതൽ, അതായത് ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്ത് അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പോലുള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഹോമോസെക്ഷൽസിന് ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ കഴിയില്ല ഈ തരം ബന്ധങ്ങളിൽ. ഹെറ്ററോസെക്ഷൽ ആക്കി അവരെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇനി അത് വേണ്ടാതെ തന്നെ അവർക്ക് യോജിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ കണ്ടെത്തി നിലനിൽക്കാനുള്ള ഒരു നല്ല സാഹചര്യമല്ലേ അവർക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സംഗതിയിലേക്ക് വഴിവെക്കുന്ന എന്താണ്, ഇതിനെ ആളുകൾ കൂടുതൽ മനസ്സിലാക്കുന്നു എന്നുള്ളിടത്താണ്, അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളിടത്താണ്. മതം മാറി കല്യാണം കഴിക്കുന്നതും പ്രണയിക്കുന്നതും വരെ തെറ്റായിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ. അതൊക്കെ ഒരുപാട് മാറിയത് ഇത്തരത്തിലുള്ള ആ വ്യത്യാസം കുറഞ്ഞു വന്നതിലൂടെയാണ്. അപ്പൊ അത് ഇതിലും ബാധകമാണ്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഒരു നെക്സ്റ്റ് ഒരു 10 years എന്ന് പറഞ്ഞാൽ ഈ സംഗതികൾ ചർച്ച കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു കാലമാണ്. ഇതിന്റെ ക്ലാരിറ്റി ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ കൂടുതൽ നമ്മൾ കേൾക്കേണ്ടി വരും. ഇപ്പൊ കുറച്ചും കൂടി ഒരു കാലഘട്ടം കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജനറേഷൻ കൂടി കഴിയുമ്പോൾ ഇത് വീണ്ടും കുറച്ചും കൂടി നോർമലൈസ് ആവും എന്നാണോ പറയുന്നത്? ഇത് ലോകത്തൊക്കെ പല സ്ഥലത്തും അങ്ങനെയാണ്. കേരളത്തിൽ, ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിലാണ് ഇപ്പോഴും ഇതൊക്കെ ഇത്ര വലിയ സംഭവമായിട്ടെങ്കിലും നിൽക്കുന്നത്. മറ്റുള്ള സ്ഥലത്തൊക്കെ ഇത് ഓൾറെഡി മുന്നോട്ട് പോയി കഴിഞ്ഞ കാര്യമാണ്. ഈ നമ്മളുടെ പഴയ ജനറേഷൻ, അതായത് നമ്മൾ 19s ആൾക്കാർ, നമ്മളുടെ പാരന്റ്സിനൊന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇത്. ഈവൻ ആരിഫിന്റെ ഫാമിലിയിലാണ് ഇങ്ങനെ ഒരാൾ, അല്ലെങ്കിൽ ആരിഫിന്റെ മക്കളാണ് ഇങ്ങനൊരു ഹോമോസെക്ഷൽ, ഇങ്ങനൊരു ഇഷ്ടമുള്ളതായിട്ട് പറയുന്നത് എന്നുണ്ടെങ്കിൽ ആരിഫ് എങ്ങനെ പ്രതികരിക്കും? എന്റെ കുടുംബത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ ഒരാളുണ്ട്. ഓക്കെ, അതുകൊണ്ടും കൂടിയാണ് എനിക്ക് ആ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന് ശരിക്കും നമ്മളിത് സംസാരിക്കുമ്പോൾ നമ്മളത് ആ ഒരു റിയലൈസേഷൻ വരുന്നുണ്ട് നമുക്ക്. അതായത് കാരണം പുള്ളിയെ നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങളെ ചോറ് തിന്നാത്തതിനൊക്കെ പേടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. എന്നുവെച്ചാൽ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട്, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പോഴത് ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ വിഷമമാണ്. കാരണം പുള്ളിക്ക് പിടിച്ചു കൊടുക്കും, ഓക്കെ, പുള്ളിയുടെ കൂടെ കിടത്തും, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ ചെറുപ്പകാലത്ത് പേടിപ്പിച്ചിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു വലിയ പേടിയായിരുന്നു കുട്ടികളായിരിക്കും. പുള്ളി ചെയ്ത തെറ്റെന്താണ്? പുള്ളി ചെയ്ത ഒരു തെറ്റും ചെയ്തിട്ടില്ല. പുള്ളിയുടെ ബയോളജിയാണത്. നമ്മളെ വീട്ടിലിപ്പോ ജന്മനാ വൈകല്യമുള്ള കുട്ടികൾ വരുന്നു, നമ്മൾ എന്ത് ചെയ്യുന്ന നമ്മൾ പറയുന്നത്? എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല. ഒരു ആൺകുട്ടി ജനിക്കുന്നു, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒരു പെൺകുട്ടി ജനിക്കുന്നു, എന്തെങ്കിലും ഒന്നും ചെയ്യുന്നില്ല. അത് നമ്മൾ കുട്ടികളാണ്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ആളാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവാണ് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ വ്യക്തി പോലും അങ്ങനെയാണ് പോകേണ്ടിയിരുന്നത്, പക്ഷെ അങ്ങനെയല്ല നമ്മൾ പോയിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ഒരു അസുഖമാണെന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. ഇതൊരു നോർമൽ, ഇതിനകത്ത് വരുന്ന ഒരു വേരിയേഷൻ മാത്രമാണ്, മറ്റൊരു വെറൈറ്റി മാത്രമാണ്. അതിനെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കാണുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആ സംഗതിയെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്നും വലിയ ഒരു സംഭവമായിട്ട് മാറുന്നില്ല എന്നുള്ളത്. ഇപ്പോ ആരിഫിന്റെ മകന് ഇതുപോലെ വേറൊരു ബോയ് ആയിട്ട് ഇഷ്ടത്തിലാണ്, അവരെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കും? അവരുടെ ചോയ്സ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അവരും അതുമായിട്ട് മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. ഈ മുമ്പ് നൂറയ്ക്ക് ഇതുപോലെ ഒരു കാമുകൻ ഉണ്ടായിരുന്നു എന്നൊരു ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്, പലരും പറയുന്നുണ്ട്, റിയാക്ഷൻ വരുന്നുണ്ട്, നൂറയ്ക്ക് ഇതുപോലെ ഒരു പഴയ കാമുകൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ ഉള്ളതായിട്ട് വല്ല അറിയില്ല. നമ്മൾ അതൊന്നും ചേഞ്ച് പോകേണ്ട ആവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അല്ല, ആദ്യം അങ്ങനെ ഒരു മെയിൽ കാമുകൻ ഉണ്ടായിട്ട് പിന്നീട് സെക്ഷുവാലിറ്റി മനസ്സിലായതാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് മനസ്സിലായതാണോ? അറിയില്ല കേട്ടോ. അവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനം എടുത്തതെന്നുള്ളത് അവരല്ലേ തീരുമാനിക്കണ്ടേ. ഇപ്പൊ ഏതായാലും അവരിങ്ങനെ തീരുമാനം എടുത്ത് അവരതിനകത്ത് നിലനിന്ന് പോകുന്നു. അതിൽ കൂടുതൽ നമുക്ക് എന്താ അറിയാം. ഇതാണ് ഹോർമോൺ ചേഞ്ച് ആണ് ട്രാൻസ്ജെൻഡർ ആവുന്നത്. ഹോർമോൺ ചേഞ്ച് മാത്രമല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് അല്ലാതെ നമ്മുടെ സെയിം ജെൻഡറിനോട് ഒരു ഇഷ്ടം തോന്നുന്നത്, അല്ലെങ്കിൽ കല്യാണം താല്പര്യം തോന്നുന്നത്, അതൊരു നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് ആണോ, അത് ഇതുപോലെ തന്നെയുള്ള ഒരു ഹോർമോൺ ചേഞ്ച് ആണോ? ഹെറ്ററോസെക്ഷൽസിന് ഒരു പുരുഷന് ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്?
ഒരു സ്ത്രീ നോർമലി ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് അട്രാക്ഷൻ തോന്നുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? എന്റെ അടിസ്ഥാനത്തിലാന്നൊക്കെ ചോദിച്ചാൽ അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹോമോസെക്ഷൽസിന് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതൊരു വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പോ നമ്മുടെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഇതിൽ ലെസ്ബിയൻ കപ്പിൾസ് അല്ലെങ്കിൽ ഗേ കപ്പിൾസ് എന്ന് പറയാനായിട്ടുള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞത് ഒരുപാട് കൂടും, ഇഷ്ടംപോലെ പേരാവും. നോർമലായിട്ട് ഒരു ഗേളും ബോയും കല്യാണം കഴിക്കുന്നത് പോലെ തന്നെ ഗേളും ബോയും കല്യാണം കഴിപ്പ് ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ പോപ്പുലേഷൻ കുറയില്ലേ? അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നിങ്ങൾ കൂടും എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ് ഇതിനെ ഓവർകം ചെയ്യുന്നതാണ്, അതായത് ഹെട്രോസെക്ഷൽസിനേക്കാൾ കൂടുതൽ വരും. അങ്ങനെയല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കാലം നിങ്ങൾ എത്ര എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എപ്പോഴും മെജോറിറ്റി ഹെട്രോസെക്ഷൽസ് തന്നെയായിരിക്കും. ഇതെപ്പോഴും ഒരു 10%, 5% ആ ഒരു ലെവലിലാണ് അത് നിൽക്കുക. അത് എപ്പോൾ പോയാലും അങ്ങനെ നിൽക്കുള്ളൂ. നിങ്ങൾ കൂടുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇത് കൂടുതൽ ഇത്തരം വിവാഹങ്ങളും ഇത്തരം ബന്ധങ്ങളും നമുക്ക് കാണാൻ കഴിയും. കാരണം ഇത്ര നാൾ ഇത് പറഞ്ഞ അടിയുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞ വീട്ടിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് ഇവർ പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇത് പറയാനുള്ള സാഹചര്യം വന്നാൽ അവരത് ഓപ്പണായിട്ട് ചെയ്യും, അത്ര വ്യത്യാസമുള്ളൂ. എന്ന് വെച്ചാൽ അവർക്കും സമാധാനമായിട്ട് ജീവിക്കാം. ഈ നമ്മളുടെ കേരളത്തിൽ മാത്രം ഇത് നോർമലൈസ് ആയിട്ട് നമ്മൾ നോർമലൈസ് ആയിട്ട് കാണുന്നുള്ളൂ. ഇപ്പൊ US, റഷ്യ അല്ലെങ്കിൽ UAE പോലുള്ള രാജ്യങ്ങളിൽ ഇതൊക്കെ ബാനാണ്, LGBT കമ്മ്യൂണിറ്റി ബാനാണ്. അപ്പൊ ഈ ലെസ്ബിയൻ കമ്മ്യൂണിറ്റിയും ലെസ്ബിയൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും ബാനാണ്. അറബ് രാഷ്ട്രങ്ങളിലാണ് ബാനൊക്കെ ഉള്ളത്. US അത്ര ബാനൊന്നും അല്ലല്ലോ. അവർക്ക് അത് അവരുടെ ഓപ്പൺ ആയിട്ട് അത് പറഞ്ഞു തന്നെ ജീവിക്കാൻ പറ്റുന്ന കാര്യമുണ്ടല്ലോ. നിങ്ങൾക്ക് അവിടെ പോയാൽ കാണുന്നതല്ലേ അത്. യൂറോപ്പിൽ പല രാജ്യങ്ങളും അത് അംഗീകരിച്ചിട്ടുള്ളതല്ലേ. അവരങ്ങനെയല്ലേ ജീവിക്കുന്നത്. അവിടെ എവിടെ ബാനുള്ളത്? അങ്ങനെ ബാൻ എന്ന് പറഞ്ഞാൽ ഈ ഹോമോസെക്ഷൽസ് ആണെങ്കിൽ എറിഞ്ഞു കൊല്ല, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് എടുത്തെറിയാന്നുള്ളത് അതുണ്ട്. അത് അറബ് രാഷ്ട്രങ്ങളിലാണ്. അത് മതത്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ അവരെ ജീവിക്കാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു നിലപാടൊന്നും വിദേശ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിലില്ല.